إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. പരിശുദ്ധ റമളാനിന്റെ മൂന്നിൽ ഒരു ഭാഗം നമ്മളിൽ നിന്ന് പിന്നിടുകയാണ്. ഷഹീദായവരെപ്പോലും കവച്ചു വെക്കുന്ന പുണ്യങ്ങൾ നിറഞ്ഞ റമളാനിലാണ് നമ്മളുള്ളത്. ഖബറിൽ കിടക്കുന്ന ധാരാളം ആളുകൾ റമളാനിലെ ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുകൊണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾ അത്രയും ആശിക്കുന്ന ആഗ്രഹിക്കുന്ന ആ റമളാനിലാണ് നമ്മളുള്ളത്. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ട് നരക കവാടങ്ങൾ അടക്കപ്പെട്ട് പിശാചുക്കളെ ബന്ധിക്കപ്പെട്ട റമളാൻ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അടുക്കൽ നമുക്ക് ധാരാളം പദവികൾ നേടിത്തരുന്ന റമളാൻ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യം നിറഞ്ഞ ആ ഒരു രാവ് പ്രതീക്ഷിക്കുന്ന റമളാൻ. ജനങ്ങൾക്ക് തഖ്വ നേടിയെടുക്കുന്നതിനു വേണ്ടി നോമ്പ് നിർബന്ധമാക്കപ്പെട്ട റമളാൻ. എന്തുകൊണ്ട് റമളാനിന് ഇത്രമാത്രം പവിത്രതയും മഹത്വവും കൽപ്പിച്ചു? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് റമളാൻ. ഹുദൽ ലിന്നാസ് വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് ഹുദയായിക്കൊണ്ട് സന്മാർഗമായിക്കൊണ്ട്, വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫുർഖാനായിക്കൊണ്ട്, സത്യാസത്യ വിവേചന ഗ്രന്ഥമായിക്കൊണ്ട്, സത്യമേത് അസത്യമേത്, നീതിയേത് അനീതിയേത്, ധർമ്മമേത് അധർമ്മമേത്, നന്മയേത് തിന്മയേത് കൃത്യമായി വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാവുന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മാർഗദർശക ഗ്രന്ഥമായി അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ അത് അവതീർണമായത് റമളാനിലാണ് എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പിന്റെ ലക്ഷ്യം പറഞ്ഞെടുത്ത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി. ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്തുൽ ബഖറയിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഹുദയാണ്. നോമ്പിലൂടെ
തഖ്വ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഖീങ്ങൾക്കുള്ള ഹുദയാണ്, സന്മാർഗമാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ നോമ്പും ഖുർആനും രണ്ടും തഖ്വയുണ്ടാക്കുന്നതിന് വേണ്ടി, രണ്ടും ഒരേ മാസത്തിൽ, ഇവ രണ്ടും മനുഷ്യന് വേണ്ടി കൂടുതൽ ശഫാഅത്ത് ലഭിക്കുന്നതിന് വേണ്ടി നാളെ ഈ അടിമകൾക്ക് വേണ്ടി ശുപാർശ നടത്തിക്കൊണ്ടിരിക്കും, ശഫാഅത്ത് നടത്തിക്കൊണ്ടിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. ഖുർആനും നോമ്പും അടിമകൾക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ ശുപാർശ നടത്തിക്കൊണ്ടിരിക്കും. യഖൂലു സിയാം, നോമ്പ് പറയും, ഐ റബ്ബി ഇന്നി മനഅതുഹു ത്വആം, എൻ്റെ റബ്ബേ ഞാൻ ഇവന്റെ ഭക്ഷണം, വശഹവാതി ബിന്നഹാർ, പകൽ സമയത്ത് ഇവന്റെ ഭക്ഷണവും ഇവന്റെ ഇച്ഛകളും ഞാൻ തടഞ്ഞു വെച്ചതാണ് റബ്ബേ, അതുകൊണ്ട് ഫശഫ്ഇനി ഫീഹി, എന്റെ ശുപാർശ സ്വീകരിക്കണം. നോമ്പ് പറയും. വയഖൂലുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പറയും, റബ്ബി മനഅതുഹു നൗമ ബില്ലൈൽ ഫശഫ്ഇനി ഫീഹി, റബ്ബേ രാത്രിയിൽ ഞാൻ കാരണം ഇവൻ ഉറക്കമൊഴിച്ചുകൊണ്ടാണ് ഞാൻ ഓതി, ഇവൻ നമസ്കരിച്ചത്, എന്നെ പാരായണം ചെയ്തത്, അതുകൊണ്ട് എന്റെ ശുപാർശ സ്വീകരിക്കണം. ഫയുശഫഅനി, നോമ്പിന്റെയും ഖുർആനിന്റെയും ശുപാർശ അവിടെ സ്വീകരിക്കപ്പെടുകയാണ്. ഈ പറഞ്ഞ ഈ ഒരു ക്വാളിറ്റി നമ്മുടെ നോമ്പിന്, നമ്മുടെ നമസ്കാരത്തിന് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്യേണ്ടതാണ്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ, തിരുത്തപ്പെടേണ്ടതുണ്ടെങ്കിൽ നമ്മൾ തിരുത്തപ്പെടേണ്ടതാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, ഖിയാമത്ത് നാളിൽ അതിന്റെ ആളുകൾക്ക് അത് ശുപാർശകനായി വരുമെന്നാണ്. കാരണം പരിശുദ്ധ ഖുർആൻ എന്നത് വിജ്ഞാന വിസ്ഫോടനം കൊണ്ട് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ്. അതുപോലുള്ള ഒരു ഗ്രന്ഥം ലോകത്തില്ല, അതിന് തുല്യത വെക്കാവുന്ന, അത് കാണിച്ചു തരുന്ന ഇന്നഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് ഇത് നയിക്കുന്നു എന്ന് പറയുമ്പോൾ ഖുർആൻ വരച്ചു കാണിക്കുന്ന ഗൈഡ് ലൈൻ, അതിനേക്കാളും ഉന്നതമായ ഒരു സത്യം, ഒരു നന്മ നമുക്ക് ലോകത്ത് വേറെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ അവതരണ ലക്ഷ്യമായി ഖുർആൻ പറഞ്ഞത്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, ഈ അനുഗ്രഹീത ഗ്രന്ഥം നിനക്ക് അവതരിപ്പിക്കപ്പെട്ടു. എന്തിന്? ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ കുറിച്ച് തദബ്ബുർ നടത്താൻ, വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഉച്ചാലോചിക്കുന്നതിന് വേണ്ടി. പരിശുദ്ധ ഖുർആൻ മാർഗദർശക ഗ്രന്ഥമാണ്. ആ മാർഗദർശനം നമുക്ക് ലഭ്യമാകണമെങ്കിൽ കേവല പാരായണത്തിൽ മാത്രം നമ്മളത് ഒതുക്കിയാൽ പോരാ. അതിന്റെ ആശയം അത് കൃത്യമായി നമുക്ക് മനസ്സിലാകണം. അതിന്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും ഹിഫ്ളാക്കാൻ നമുക്ക് കഴിയണം. നോക്കൂ, നിങ്ങൾ സലഫുകളുടെ, മുൻഗാമികളുടെ പാരായണം നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടും. കേവല പാരായണം എടുത്താൽ തന്നെ നമ്മൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആനിന്റെ തിലാവത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിച്ചു, അതിൽ നമ്മൾ ഷെയർ ചെയ്യേണ്ട, അതിൽ മുതൽ മുടക്കേണ്ട മുതൽ മുടക്ക് അത് എത്രയാണ് എന്ന് നമ്മൾ കണക്കാക്കും. അതല്ലെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്താണോ അതിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ പഠനം നടത്തും. വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങും. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സമയം ചെലവഴിച്ചും അധ്വാനം ചെലവഴിച്ചും നമ്മൾ അതിനിറങ്ങിത്തിരിക്കുകയും നമ്മൾ മുതൽ മുടക്കുകയും ചെയ്യും. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നഷ്ടത്തിലാവാനും സാധ്യതയുണ്ട്, ലാഭത്തിലാവാനും സാധ്യതയുണ്ട്. എന്നാൽ ഖുർആൻ ഒരു ബിസിനസിനെ കുറിച്ച് പറയുന്നു. അതിന്റെ പ്രത്യേകത യർജൂന തിജാറ ലൻ തബൂർ, യർജൂന തിജാറത ലൻ തബൂർ, ഇല്ല ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം. അതിൽ ആരാണോ മുതൽ മുടക്കാൻ തയ്യാറുള്ളത് അതിലേക്കുള്ള മുതൽ മുടക്ക്, 3 മുതൽ മുടക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ മുതൽ മുടക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അവർക്ക് നഷ്ടമല്ല. സൂറത്തു ഫാത്തിർ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് തിലാവത്ത് നടത്തുക. 1. 2 വഅഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുക.
3 വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും നാം അവർക്ക് നൽകിയതിൽ അവർ ചെലവഴിക്കും എങ്കിൽ ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടത്തിലാണ് അവർ പങ്കുചേർന്നിട്ടുള്ളത്. അപ്പൊ നഷ്ടം വരാത്ത, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമെന്ന് വിശുദ്ധ ഖുർആൻ അതിന്റെ തിലാവത്തിനെ കുറിച്ച് പഠിപ്പിച്ചു. എത്രത്തോളം സഹോദരങ്ങളെ, ഒരു ആശയം രൂപപ്പെടണമെങ്കിൽ ഒരുപാട് പദങ്ങൾ അതിലേക്ക് വേണം. ഒരു കെലിമത്തുണ്ടെങ്കിലേ ഒരു അർത്ഥം ലഭ്യമാവുകയുള്ളൂ. പക്ഷേ ഒരു കെലിമത്തിനല്ല, ഒരു വരിക്കല്ല, ഒരു ആയത്തിനല്ല അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിഫലം ഓഫർ ചെയ്തത്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ, ഒരു അക്ഷരം പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന, അവനൊരു ഹസനത്തുണ്ട്. ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, 10 ഇരട്ടിയാണ് അതിന്റെ പ്രതിഫലം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, ഞാൻ നിങ്ങളോട് പറയുന്നില്ല അലിഫ് ലാം മീം എന്നത് ഒരു അക്ഷരമാണ് എന്നത്, മറിച്ച് വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, ലാം ഒരു അക്ഷരമാണ്, അലിഫ് ഒരു അക്ഷരമാണ്, മീം ഒരു അക്ഷരമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളിലായി 6236 ആയത്തുകളിലായി 3 ലക്ഷത്തിലധികം അക്ഷരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി വീതം പ്രതിഫലം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര വലിയ പ്രതിഫലമാണ്. റമദാനിലല്ലാത്തപ്പോൾ പോലും റമദാനിലാകുമ്പോൾ ഒന്നുകൂടി അതിന്റെ പ്രതിഫലം വർദ്ധിക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, എന്തിനാണ് അപ്പൊ ഈ നിലക്ക് കേവല പാരായണത്തിന് പോലും പ്രതിഫലം നിശ്ചയിച്ചുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇത്ര മഹത്തായ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് സൂറത്തു സ്വാദിൽ അല്ലാഹു പഠിപ്പിച്ചത്, കിതാബുൻ അൻസൽനാഹു ഇലൈക, ഇത് നിനക്ക് ഇറക്കി തന്നത് മുബാറക്കും, അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം ഇറക്കി തന്നത് എന്തിനാ? ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ കുറിച്ച് തദബ്ബുർ നടത്താൻ, ചിന്തിക്കാൻ, ഉറ്റാലോചിക്കാൻ. ആ പണിയെടുക്കാത്ത ആളുകളെ നന്നായി വിമർശിച്ചിട്ടുണ്ട്. അല്ലാഹു ചോദിച്ചു, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, എന്താണ് അതിനെക്കുറിച്ച് തദബ്ബുർ നടത്താത്തത്, ചിന്തിക്കാത്തത് എന്താണ്? ഹൃദയത്തിന് പൂട്ടിട്ടിരിക്കുകയാണോ എന്ന്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, കാന ഇദാ മർറ ബിആയതി ഖൗഫിൻ, ഭയപ്പെടുത്തുന്ന ആയത്തുകളുടെ വിശുദ്ധ ഖുർആൻ, ആ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ തഅബ്ബദ, അല്ലാഹുവോട് രക്ഷ തേടണം. വഇദാ മർറ ബിആയത്തിൻ സഅല, ചോദിക്കേണ്ട കാര്യങ്ങൾ വരുന്ന ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കാൻ കഴിയണം. വഇദാ മർറ ബിആയത്തിൻ ഫീഹാ തൻസീഹുല്ലാഹു സബ്ബഹ, അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ റബ്ബിനെ പ്രകീർത്തിക്കാൻ കഴിയാം. അപ്പൊ നമ്മൾ ആലോചിക്കൂ, നമ്മുടെ തിലാവത്ത് എങ്ങനെയാണ്? നമ്മുടെ തിലാവത്ത് എങ്ങനെയാണ്? വിശ്വാസികളുടെ തിലാവത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ തിലാവത്ത് നടത്തണം? അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, ഹഖ്ഖ തിലാവതിഹി, തിലാവത്ത് ചെയ്യേണ്ട ഒരു മുറയുണ്ട്. നമ്മൾ സാധാരണ നല്ല തിലാവത്ത് എന്തിനാ പറയാ? നല്ല ശൈലിയിലുള്ള പാരായണം കേട്ടാൽ നമ്മൾ പറയും നല്ല ഓത്താണ്, നല്ല മഖ്റജും തജ്വീദും ശൈലിയും ഒക്കെ തിലാവത്തിന് വേണം. അതിലുപരി ഇത് ഇറക്കപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മൾ മറക്കരുത്. നോക്കൂ നിങ്ങൾ, ഹഖ്ഖ തിലാവത്തിനെ കുറിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇദാ മർറ ബിദിക്രിൽ ജന്ന, സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ സഅലല്ലാഹൽ ജന്ന, അല്ലാഹുവോട് സ്വർഗ്ഗം ചോദിക്കാൻ കഴിയുക. വഇദാ മർറ ബിദിക്രിൻ നാർ, നരകത്തിലെ ഭീകരമായ ശിക്ഷയുടെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ തഅബ്ബദ ബില്ലാഹി മിനൻ നാർ, നരകശിക്ഷയിൽ നിന്ന് അല്ലാഹുവോട് രക്ഷ തേടാൻ സാധിക്കുക എന്നതാണ് ഹഖ്ഖ തിലാവത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹഖ്ഖ തിലാവത്തിനെ വിശദീകരിച്ചത്, യുഹില്ലൂന ഹലാലഹു വയുഹരിമൂന ഹറാമഹു, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഹലാലാക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ ഹലാലാക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല ഹറാമാക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ ഹറാമാക്കാനും കഴിയാം. അതാണ് അപ്പൊ ജീവിത സ്പർശിയാണ് തിലാവത്ത് എന്ന് പറയുന്നത്.
അത് കേവലം നാവിലൂടെ മാത്രം വരേണ്ടതല്ല എന്നർത്ഥം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് യഖറഉഹു കമാ അൻസലല്ലാഹ്, അല്ലാഹ് അവതരിപ്പിച്ചതുപോലെ അതിനെ പാരായണം ചെയ്യാൻ കഴിയാ. വലാ യുഹർരിഫുൽ കലിമ അൻ മവാദിഇഹി വലാ യതഅബ്ബലു മിൻഹു ശൈഅൻ അലാ ഗൈരി തഅ്വീലിഹി. ഒന്നും മാറ്റത്തിരുത്തലുകൾ വരുത്താതെ ഒരു ദുർവ്യാഖ്യാനവും ഇല്ലാതെ എന്തൊരു ലക്ഷ്യത്തിലാണോ അല്ലാഹ് അവതരിപ്പിച്ചതെങ്കിൽ അതേ രൂപത്തിൽ അതിനെ പാരായണം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഹഖ് തിലാവത്ത്. അപ്പൊ ഈ രീതിയിൽ പാരായണം ചെയ്യാൻ കഴിയണമെങ്കിൽ അതിന്റെ ആശയം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് അല്പമെങ്കിലും ആശയം പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. നമ്മുടെ ഈ മസ്ജിദിൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ നടക്കുന്നുണ്ട്. പക്ഷെ എത്ര ആളുകളുടെ സാന്നിധ്യമുണ്ട്? അതല്ലെങ്കിൽ നമുക്ക് എത്താവുന്ന ഖുർആൻ പഠന കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ? നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്നത് നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കാം. ഇല്ല, എനിക്ക് സമയമില്ല, എന്റെ കച്ചവടം, എന്റെ ജോലി, ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ ആ ഉദ്ർ നാളെ റബ്ബിന്റെ മുന്നിൽ നമുക്ക് പറയാൻ കഴിയുമോ? ഈ കാലഘട്ടത്തിൽ പീസ് റേഡിയോ ഖുർആൻ 24 hours നമുക്ക് പഠിക്കാനുള്ള സംരംഭവുമായി നമ്മളെ കാത്തിരിക്കണം. എപ്പോഴാണോ നമുക്ക് ഒഴിവെങ്കിൽ ആ സമയം കേൾക്കാനുള്ള സൗകര്യം അതിലുണ്ട്. 500 പോലെയുള്ള ആഴത്തിലുള്ള പഠന പദ്ധതികൾ അതിലുണ്ട്. നമുക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും? ഈ കാലഘട്ടത്തിൽ മറ്റു പലതിനും നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. നമ്മുടേതായ ഫീൽഡിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയ കാര്യങ്ങളെ തേടിപ്പിടിക്കാനും അത് എല്ലാ നിലക്കും ഇംപ്ലിമെന്റ് ചെയ്യാനുമുള്ള കഴിവും ശേഷിയും നമുക്കുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ നമുക്കുണ്ട് എന്നത് നമ്മൾ ആലോചിക്കുക. അപ്പൊ ഖുർആനിനെ ആ നിലക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. പാരായണം എന്നത്, തിലാവത്ത് എന്നത് അത് ജീവിത സ്പർശിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ ഇന്നമൽ മുഅ്മിനൂൻ, ഇവർ മാത്രമാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാത്തവർ വിശ്വാസികളല്ല എന്നല്ലേ? ഇന്നമ എന്ന് വെച്ചിട്ടാണ് ആയത്ത് തുടങ്ങുന്നത്. ഇന്നമൽ മുഅ്മിനൂൻ, ഇവർ മാത്രമാണ് വിശ്വാസികൾ. എന്താ അവരുടെ ക്വാളിറ്റി? അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം നടുങ്ങിപ്പോകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, ആയത്ത് പാരായണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സാദതുഹും ഈമാന, ഈമാൻ കൂടും, ഈമാൻ വർദ്ധിക്കും. എത്ര കാലമായി നമ്മൾ ഖുർആൻ ഓതുന്നു? എത്ര കാലമായി ഖുർആൻ കേൾക്കുന്നു? ഏതായത്ത് കേട്ടിട്ടാണ് നമുക്ക് ഹൃദയം നടുങ്ങിയത്? നമുക്ക് ഈമാൻ വർദ്ധിച്ചത്? ഇല്ലേ? ഇല്ല എന്നാണോ മനസ്സാക്ഷി പറയുന്നത്? അല്ല, എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണോ? എന്താണ് നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പ്രതികരിക്കുന്നത്? ഇല്ല. വിശുദ്ധ ഖുർആനിൽ 6236 ആയത്തോതിയിട്ടും എന്റെ ഈമാനിനൊരു വർധനവും വന്നിട്ടില്ല എന്നതാണ് മനസ്സാക്ഷി പറയുന്നതെങ്കിൽ കൃത്യമായ ചികിത്സ അവിടെ നടത്തേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു വഇദാ മാ ഉൻസിലത്ത് സൂറ, ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ട് ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന, ആർക്കാ ഇതുകൊണ്ട് ഈമാൻ കൂടിയത് എന്ന ചോദ്യം മുനാഫിക്കുകളുടേതാണ്. നിഫാഖ് ഹൃദയത്തിലുള്ള ആളുകൾക്ക് ആയത്ത് കേട്ടാലും ഈമാൻ കൂടൂല. ഭയപ്പെടണം നമ്മൾ. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറൽ ഫസാദതുഹും റിജ്സൻ ഇലാ റിജ്സിഹിം വമാതു വഹും കാഫിറൂൻ, മ്ലേച്ഛതക്കുമേൽ മ്ലേച്ഛത വർദ്ധിച്ച് കാഫിറുകളായി മരിച്ചു പോകുന്ന അവസ്ഥ അവർക്കുണ്ടാകും. പക്ഷെ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പാരായണം കൃത്യമായി ഹൃദയസ്പർശിയായിരിക്കും അവർക്ക്. ഇദാ യുത്ല അലൈഹിം ആയാത്തുർ റഹ്മാൻ ഖറൂ സുജ്ജദൻ വബുക്കിയ, വിശ്വാസികളുടെ ലക്ഷണമാണ് പറയുന്നത്. ഇദാ യുത്ല അലൈഹിം ആയാത്തുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഖറൂ സുജ്ജദൻ വബുക്കിയ, സുജൂദിൽ വീണ് കരയുമവർ. ഏതായത്ത് കേട്ടിട്ടാണ് നമ്മൾ ഇന്ന് വരെ കരഞ്ഞിട്ടുള്ളത്? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരായത്ത് കേട്ടിട്ട് അതിന്റെ ആശയം ഉൾക്കൊണ്ടിട്ട് ഒരിറ്റ് കണ്ണീര് നമ്മുടെ കണ്ണിൽ നിന്ന് ചീട്ടുണ്ടോ? എങ്കിൽ ഖുർആൻ വിശ്വാസികളുടെ ലക്ഷണമായി പറയുന്നതാണ് അവർ കരയുന്നവരാണ് ആയത്ത് കേട്ടാൽ. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, റസൂലിന് അവതരിക്കപ്പെട്ടത് അവർ കേട്ടാൽ തറാ അഅ്യുനഹും തഫീദു മിനൽ ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്, അവരുടെ കണ്ണുകളെ ആ ഹഖ് ബോധ്യപ്പെട്ട കാരണത്താൽ കണ്ണ് ഈറനണിയുന്നത്, കണ്ണുനീർ പൊഴിക്കുന്നത് ആയിട്ട് അവരുടെ കണ്ണുകളെ നിനക്ക് കാണാമെന്ന് പറയുമ്പോൾ
അല്ലാഹുവിന്റെ റസൂലിന് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് ഒരിറ്റ് കണ്ണുനീർ വീഴുന്നില്ലെങ്കിൽ, ഹൃദയം പിടയ്ക്കുന്നില്ലെങ്കിൽ, ഈമാൻ വർദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയിട്ടുണ്ട്. മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോടാ പറയുന്നത്, യഖ്റുജു ഫീകും ഖൗമുൻ, ഇതാ നിങ്ങൾക്ക് പുറകെ ഒരു ജനവിഭാഗം വരാനുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയാമോ? തഹ്തിറൂന സ്വലാതകും മഅ സ്വലാതിഹിം വസിയാമകും മഅ സിയാമിഹിം വഅമലകും മഅ അമലിഹിം. നിങ്ങൾ അവരുടെ നമസ്കാരവും നിങ്ങളുടെ നമസ്കാരവും വെച്ച് നോക്കുമ്പോൾ അവർ വലിയ നമസ്കാരക്കാരാണ്. നിങ്ങളുടേത് നിസ്കാരം ആരോടാ പറയുന്നത്? സഹാബത്തിനോടാ പറയുന്നത്. വസിയാമകും മഅ സിയാമിഹിം, നിങ്ങളെക്കാളും വലിയ നോമ്പുകാരാണ് അവർ. വഅമലകും മഅ അമലിഹിം, നിങ്ങളെക്കാളും വലിയ അമലിന്റെ ആളുകളാണ് അവർ. യഖ്റഊനൽ ഖുർആൻ, ഖുർആൻ അവർ ഓതിക്കൊണ്ടിരിക്കുന്നു, നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, അമൽ ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു. പക്ഷേ അവരുടെ ഖുർആനോത്തിന്റെ പ്രത്യേകത ലാ യുജാദിസു തറാത്തിഹിം, തൊണ്ടക്കുഴി വിട്ട് ഖുർആൻ ഇറങ്ങാത്ത പാരായണക്കാരാണവർ. യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർറമിയ, വേട്ടമൃഗത്തെ തുളച്ച് അമ്പ് പോകുന്നത് പോലെ ദീനിന്റെ ആദർശത്തിൽ നിന്ന് അവർ പുറത്തു പോയിക്കൊണ്ടിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും ഉള്ള ആളുകളെ കുറിച്ചാണ്. അതുകൊണ്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള പാരായണമാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. പാരായണത്തിന്റെ കൂടെ ഹൃദയം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇമാം പാരായണം ചെയ്യുമ്പോൾ രാത്രി നമസ്കാരങ്ങളിലും മറ്റും ഇമാം പാരായണം ചെയ്യുമ്പോൾ ആ ആയത്തുകളിലൂടെ നമ്മുടെ ഹൃദയം സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അതിന്റെ ആ ഒരു അനുഭൂതി, ആ ഒരു ഹലാവത്ത് നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ഖുർആനു മഅ്ദുബത്തുല്ലാ, ഖുർആൻ അല്ലാഹുവിന്റെ സത്യയാണ്, ഖുർആൻ അല്ലാഹുവിന്റെ വിരുന്നാണ്. ഫതഅല്ലമു മിൻ മഅ്ദുബതിഹി മസ്തതഅതും, സാധിക്കുന്നത്ര ആ വിരുന്നിൽ നിന്ന് നിങ്ങൾ കഴിക്കുക, നിങ്ങൾ പഠിക്കുക. ഇന്ന ഹാദൽ ഖുർആൻ ഹബ്ലുല്ലാഹിൽ മതീൻ വന്നൂറുൽ മുബീൻ വശിഫാ, ഈ ഖുർആൻ അല്ലാഹുവിന്റെ ശക്തിമത്തായ കയറാണ്. ആ കയറിൽ മുറുകെ പിടിക്കാൻ കഴിയണം. വന്നൂറുൽ മുബീൻ, പ്രകാശമാണിത്, വ്യക്തമായ പ്രകാശമാണ്. വശിഫാ, അത് ശിഫയാണ്, ശമനമാണ്. പക്ഷേ ഇതൊക്കെ ഉൾക്കൊണ്ടവരാണ് നമ്മൾ, അറിയുന്നവരാണ് നമ്മൾ. പലപ്പോഴും പണ്ട് മദ്രസയിൽ പഠിച്ച ആ ഒരു കേവല പാരായണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നതല്ലേ സത്യം? ഇത്രമാത്രം ടെക്നോളജി വളർന്ന് പഠിക്കാൻ ധാരാളം അവസരങ്ങളുണ്ടായിട്ടും അള്ളാന്റെ കലാം പഠിക്കാൻ നമ്മൾ എത്ര മാറ്റിവെച്ചു എന്നുള്ളതാണ്. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, നസലൽ ഖുർആൻ ലിയുതദബ്ബറ വയുഅമല ബിഹി, ഈ ഖുർആൻ ഇറങ്ങിയത് തദബ്ബുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതനുസരിച്ച് അമൽ ചെയ്യുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഫത്തഖദു തിലാവതഹു അമല, ആളുകൾ എന്ത് ചെയ്തു? ആ തിലാവത്തിനെ അമലായി സ്വീകരിച്ചു എന്നതല്ലാതെ തിലാവത്തിലൂടെ ചെയ്യേണ്ട അമലുകളെ മാറ്റിവെച്ച് തിലാവത്തിനെ മാത്രം അമലാക്കി സ്വീകരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ദാതുൽ മആദി എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, ഖുർആൻ ജീവിതത്തിൽ പകർത്തുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ജീവിതത്തിൽ നിന്ന് ഹലാലുകളെ ഹറാമായി, ഹലാലുകളെ ഹലാലായി കാണാനും അതിലെ ഉപദേശങ്ങളെ സ്വീകരിക്കാനും അതിലെ നിയമങ്ങൾ അനുസരിക്കാനും സാധിക്കുക എന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അമ്മാമൻ ഹഫിളഹു വഇൻ ലം യഫ്ഹംഹു വലം യഅമൽ ബിമാ ഫീഹി ഫലൈസ മിൻ അഹ്ലിഹി വഇൻ അഖാമ ഹുറൂഫഹു ഇഖാമത ഫഹം. ഒരാൾ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയിട്ടുണ്ടെങ്കിലും അതനുസരിച്ച് അമൽ അയാൾ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ ഖുർആൻ വാഹകനല്ല എന്നാണ് പറയുന്നത്. അത് അവരെ കുറിച്ചാണ്, അത്തരക്കാരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, മസലുൽ ലദീന ഹുമ്മിലു തൗറാ ثم لم يحملوها كمثل الحمار يحمل أسفارا. കഴുത, ഗ്രന്ഥക്കെട്ടുകൾ ചുമക്കുന്ന കഴുതയോട് മതിച്ചതാരെയാ? ജൂത വിഭാഗം ഞങ്ങളാണ് തൗറാത്തിന്റെ ആളുകളെന്ന് അഹങ്കരിച്ച് നടന്നിരുന്ന അവർ, ആ ഗ്രന്ഥം പഠിക്കാനോ അത് ജീവിതത്തിൽ പകർത്താനോ സന്നദ്ധമാകാത്ത അവരുടെ ഉപമ ഖുർആനിന്റെ ആളുകളായി നമ്മളോട് പറയുന്നത് എന്തിനാ? അവരെ പോലെ നമ്മൾ ആപാദിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി അദ്ദേഹം പറയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്,
അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദും ഒക്കെ അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് 10 ആയത്ത് കേട്ടാൽ 10 ആയത്ത് അവർ പഠിച്ചാൽ അത് അവരുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നിട്ടാണ് 11ാമത്തെ ആയത്തിലേക്ക് അവർ പോയിരുന്നത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ പഠിക്കാൻ 8 വർഷം എടുത്തു എന്നാണ് ഇമാം മാലിക്കിന്റെ മുവത്തയിൽ വിശദീകരിക്കുന്നത് കാണാം. 8 വർഷം എടുത്തത് ബഖറ മാത്രം പഠിക്കാൻ, അതിന്റെ ആശയം ഉൾക്കൊണ്ട ആശയത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എടുത്ത സമയമാണ് പറയുന്നത്. ആ നിലക്ക് അവര് വെറും പ്രാക്ടിക്കലായി അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂറത്തുൽ ബഖറയും ആല ഇംറാനും ചിന്തിച്ച് സാവകാശം പാരായണം ചെയ്യുന്നതാണ് ഖുർആൻ മുഴുവനും വേഗത്തിൽ ഓതി തീർക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഒരു പൊസിഷൻ എവിടെയാണ്. ഈ തുച്ഛമായ ആയുസ്സിനിടയിൽ ഒരു ഗ്രന്ഥം അല്ലാഹു നമുക്ക് നൽകിയിട്ട് അത് അർഹിക്കുന്ന രൂപത്തിലുള്ള ഗൗരവം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളല്ലേ ഏറ്റവും വലിയ നഷ്ടകാരികൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ യഥാരൂപത്തിൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സലഫുകൾ റമളാനിൽ ഖുർആനിന് പ്രത്യേകമായ മുൻഗണന നൽകിയിരുന്നു. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് റമളാൻ വന്നു കഴിഞ്ഞാൽ ഹദീസ് പഠനം പോലും മാറ്റിവെച്ച് മറ്റു വിജ്ഞാന സദസ്സുകളൊക്കെ മാറ്റിവെച്ച് മുഴുവൻ അദ്ദേഹം ഖുർആൻ പാരായണത്തിലേക്ക് തിരിഞ്ഞിരുന്നു എന്നാണ്. സുഫ്യാനു സൗരി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറയുന്ന അദ്ദേഹം മറ്റുള്ള എല്ലാ ഐച്ഛിക ഇബാദത്തുകളും മാറ്റിവെച്ച് ഐച്ഛികമായ ഇബാദത്തുകൾ മാറ്റിവെച്ച് അദ്ദേഹം ഖുർആൻ പാരായണത്തിലേക്ക് തിരിഞ്ഞിരുന്നുവെന്നാണ്. ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അത് റമളാനിൽ കൂടിയാകുമ്പോൾ അതിന്റെ ഇരട്ടിയാവും. അങ്ങനെ ഖുർആനുമായി നിരന്തരം ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലദീന യഖറഉൽ ഖുർആൻ വഹുവ മാഹിറുൻ ബിഹി മഅസ് സഫറത്തിൽ കിറാമിൽ ഖററ. അവർ മാഹിറായ ആളുകൾ, നല്ല നൈപുണ്യം നേടിയ ആളുകൾ ഖുർആനിന്റെ കാര്യത്തിൽ അവര് മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാന്മാരായ ആദരണീയരായ മലക്കുകളോടൊപ്പമായിരിക്കും അവരുണ്ടാവുക. എന്നാൽ എല്ലാവർക്കും അതേപോലെ കഴിയില്ല അല്ലേ? ചിലർ തപ്പി തടഞ്ഞു പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കും സുവിശേഷം അറിയിച്ചു, വല്ലദീ യഖറഉൽ ഖുർആൻ വയതതഅതഉ ഫീഹി വഹുവ അലൈഹി ഷാഖുൽ ലഹു അജ്റാൻ. യതതഅതഉ എന്ന് പറഞ്ഞ തപ്പി തടഞ്ഞ് പ്രയാസപ്പെട്ട് പാരായണം ചെയ്യുന്ന ആളുകൾ അവർക്ക് ലഹു അജ്റാൻ, 2 പ്രതിഫലമുണ്ട്. ഖുർആൻ ഓതുന്നതിന്, ആ പ്രയാസപ്പെട്ട് ഓതുന്നതിന് പ്രത്യേകം അജ്റാനി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണുന്നത്. ഏത് നിലക്കും ഖുർആനുമായി ബന്ധപ്പെടുന്നത് പുണ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് ഖുർആനെ നമുക്ക് സമീപിക്കാൻ കഴിഞ്ഞാൽ നാളെ പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ ഖുർആനിന്റെ ആളുകളോട് പറയും, നീ ഓത്, ദുനിയാവിൽ ഓതിയതുപോലെ ഓതിയിട്ട് ഉന്നതമായ പദവികൾ കയറിപ്പോ എന്ന് പറയും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. ആ സ്വർഗ്ഗത്തിൽ നമ്മുടെ സ്ഥാനമെന്നത് ഏറ്റവും അവസാനമായി ഓതുന്ന ആയത്തിനനുസരിച്ചാണ് സ്വർഗ്ഗത്തിലെ സ്ഥാനമെന്ന് പറയുമ്പോൾ ഓരോ ആയത്തും ഓതുമ്പോൾ നമ്മുടെ പദവി കൂടുകയാണ് സഹോദരങ്ങളെ. എത്രമാത്രം പുണ്യമുള്ളതാണ്. അതുകൊണ്ട് അതിനോടൊരു ഇഷ്ടം, ഒരു മഹബത്ത്, ഒരു ഹലാവത്ത്, മാനസികമായി അതിൽ നിന്ന് ഒരു ഹലാവത്തോടു കൂടി പാരായണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ, ഹൃദയസ്പർശിയായി പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ അത് വെക്കാൻ നമുക്ക് കഴിയില്ല. ആ പഠനം നിർത്താൻ നമുക്ക് കഴിയില്ല. പലപ്പോഴും ആ രൂപത്തിലല്ലാതെ ആകുമ്പോഴാണ് വിരസത വരുന്നതും
പ്രയാസങ്ങൾ അവിടെ ഉണ്ടാക്കുന്നതുമൊക്കെ അല്പം ഇമാമ ദീർഘമായി പാരായണം ചെയ്യാൽ പ്രയാസം തോന്നുന്നത് കൊണ്ടാണ്, അതിന്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്, ഹൃദയം അതിന്റെ കൂടെ പോകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഹൃദയത്തെ അതിന്റെ കൂടെ കൊണ്ടുപോകാനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ തീരുമാനിക്കണം, ഇനി മുതൽ ഈ റമദാൻ കഴിഞ്ഞാലും ഖുർആൻ പഠനത്തിന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ്, മാനസികമായി ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കുകയും ആ രംഗത്തേക്ക് നമ്മൾ ഇറങ്ങുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് വിജയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നു പോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, മിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നിർവഹിക്കുന്ന നോമ്പും നമസ്കാരവും മറ്റു പുണ്യകർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. വന്നു പോയിട്ടുള്ള വീഴ്ചകൾ പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اشف مرضانا ومرضى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صلاتنا وصيامنا وقيامنا ودعاءنا يا رب العالمين، وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين، والحمد لله رب العالمين.